എല്ലാ കൂട്ടുകാർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മൾ കാണിക്കുവാനായിട്ട് പോകുന്നത് ഷെഫീൽഡിൽ നിന്നും പീക്ക് ഡിസ്ട്രിക്റ്റ് വഴി മാഞ്ചസ്റ്ററിലേക്കുള്ള ഒരു യാത്രയാണ്. പീക്ക് ഡിസ്ട്രിക്റ്റിനെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ മുൻപോട്ട് നൽകുന്നതായിരിക്കും. ഈ വീഡിയോ അവസാനം വരെ കാണുവാനായിട്ട് അഭ്യർത്ഥിക്കുന്നു. ഇംഗ്ലണ്ടിൻ്റെ ഹൃദയഭൂമി എന്നറിയപ്പെടുന്ന പീക്ക് ഡിസ്ട്രിക്റ്റ് നാഷണൽ പാർക്ക് 1951 UK-യിലെ ആദ്യത്തെ നാഷണൽ പാർക്കായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടു. ഇത് ഏകദേശം 1500ഓളം സ്ക്വയർ കിലോമീറ്റർ ഏരിയയിൽ വിശാലമായിട്ട് കിടക്കുന്നതായിട്ടുള്ള ഒരു വലിയ ഭൂപ്രദേശമാണ് പീക്ക് ഡിസ്ട്രിക്റ്റ്. പ്രകൃതിയുടെ വിസ്മയ ലോകം, സാഹസികമായിട്ടുള്ള വിനോദങ്ങൾ, ചരിത്ര ഗ്രാമങ്ങൾ, രാജകീയ കൊട്ടാരങ്ങൾ എന്നിവയുടെ ഒരു വലിയ സമന്വയമാണ് പീക്ക് ഡിസ്ട്രിക്റ്റ്. എങ്ങനെ നമുക്ക് ഈ പീക്ക് ഡിസ്ട്രിക്റ്റിലേക്ക് എത്താമെന്ന് നോക്കാം. മാഞ്ചസ്റ്ററിൽ നിന്നും ഏകദേശം 1 മണിക്കൂർ ട്രെയിൻ അല്ലെങ്കിൽ കാർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ പീക്ക് ഡിസ്ട്രിക്റ്റിലേക്ക് എത്തിച്ചേരാവുന്നതാണ്. അതുപോലെ തന്നെ ഷെഫീൽഡിൽ നിന്നുമാണെങ്കിൽ ഏകദേശം 30 മുതൽ 40 മിനിറ്റ് വരെ കാറിലൂടെ യാത്ര ചെയ്ത് പീക്ക് ഡിസ്ട്രിക്റ്റിലേക്ക് എത്താൻ സാധിക്കുന്നതാണ്. എന്നാൽ ലണ്ടനിൽ നിന്നും ഏകദേശം 3 മണിക്കൂർ ട്രെയിൻ അല്ലെങ്കിൽ കാർ വഴി യാത്ര ചെയ്താൽ പീക്ക് ഡിസ്ട്രിക്റ്റിലേക്ക് നമുക്ക് എത്തിച്ചേരാവുന്നതാണ്. ഈ പീക്ക് ഡിസ്ട്രിക്റ്റിന് സമീപത്തുള്ള പ്രധാന റെയിൽവേ സ്റ്റേഷനുകൾ ഹോപ്പ്, ഇഡെയിൽ, ബക്സ്റ്റൺ, മാറ്റ്ലോക്ക് എന്നിവയാണ്. അതുപോലെ തന്നെ ബസ് സർവീസും അവൈലബിൾ ആണ്. സ്റ്റേജ് കോച്ച്, ട്രാൻസ്പീക്ക് തുടങ്ങിയ കമ്പനികളുടെ ബസ്സുകൾ ഈ പീക്ക് ഡിസ്ട്രിക്റ്റിലേക്ക് ലഭ്യമാണ്.
കണ്ടിരിക്കേണ്ടതായിട്ടുള്ള പ്രധാന സ്ഥലങ്ങൾ അല്ലെങ്കിൽ കാഴ്ചകൾ എന്ന് പറയുന്നത്, ഒന്ന് പ്രകൃതി കാഴ്ചകൾ. അതിൽ പ്രധാനപ്പെട്ടതാണ് കിൻഡർ സ്കൗട്ട് എന്ന് പറയുന്ന പീക്ക് ഡിസ്ട്രിക്റ്റിലെ ഏറ്റവും ഉയർന്ന മല. അത് 636 മീറ്റർ ഉയരത്തിലുള്ള ഒരു മലയാണ്. ഹൈക്കിങ്ങിന് വളരെയധികം പ്രശസ്തി നേടിയ ഒരു മല കൂടിയാണ്. അതുപോലെ തന്നെ മാംടോർ, ശിഥിലങ്ങളുടെ മല എന്നറിയപ്പെടുന്ന മനോഹരമായ കുന്ന്. വേറൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് സ്റ്റാനേജ് എഡ്ജ്. റോക്ക് ക്ലൈംബിങ്ങിന് മികച്ച ഒരു സ്ഥലമാണ് സ്റ്റാനേജ് എഡ്ജ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 2 ഡാമുകളും ഈ പീക്ക് ഡിസ്ട്രിക്റ്റിൽ പ്രധാനമായിട്ടും വന്നിട്ടുണ്ട്. ഒന്ന് ലേഡി ബവർ ഡാം, അതുപോലെ തന്നെ രണ്ടാമത്തേത് ഡെർവൻറ്റ് റിസർവോയർ. ഇത് രണ്ടും മനോഹരമായിട്ടുള്ള തടാകങ്ങളും അതിനോട് ചേർന്ന് നടപ്പാതകളും ഒക്കെയുള്ള ഒരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ള പ്ലേസാണ്. ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ളതായിട്ടുള്ള ഏതാനും ചില സ്ഥലങ്ങൾ കൂടി പീക്ക് ഡിസ്ട്രിക്റ്റിൽ ഉൾപ്പെടുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ചാറ്റ്സ്വർത്ത് ഹൗസ്. യൂറോപ്പിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ കൊട്ടാരങ്ങളിൽ ഒന്നായി മനോഹരമായ പൂന്തോട്ടങ്ങളും ആർട്ട് ഗാലറിയും ഒക്കെ ഉൾപ്പെടുന്ന അതിമനോഹരമായിട്ടുള്ള ലാൻഡ്സ്കേപ്പിങ്ങോട് കൂടിയിട്ടുള്ള ഒരു കൊട്ടാരം എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. ചാറ്റ്സ്വർത്ത് എന്ന് പറയുന്നത് ശരിക്കും ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസായിട്ടാണ് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു മെയിൻ അട്രാക്ഷനായിട്ട് പറയുന്നത് ഹാർഡൻ ഹാൾ. അതിന് മധ്യകാല കോട്ടയെന്ന് അറിയപ്പെടുന്നു. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു ടൗണാണ് ബേക്ക്വെൽ എന്ന് പറയുന്ന ടൗണ്. ബേക്ക്വെൽ ടൗൺ, അവിടെ വളരെ പ്രശസ്തമായിട്ടുള്ള ബേക്ക്വെൽ പുഡിങ് ലഭ്യമാണ്. ആ ഗ്രാമവും ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസാണ് ഈ പീക്ക് ഡിസ്ട്രിക്റ്റിലെ. അതുപോലെ തന്നെ വേറൊരു ഗ്രാമത്തിൻ്റെ പേരാണ് കാസിൽട്ടൺ. അതിനെ പുരാതന ഗ്രാമം എന്നാണ് അറിയപ്പെടുന്നത്. ഹൈക്കിങ് ഒക്കെയും അവിടെ വളരെ കാര്യമായിട്ട് നടക്കുന്ന ഒരു സ്ഥലമാണ്. ഹൈക്കിങ് ആരംഭിക്കാനുള്ള ഒരു മികച്ച കേന്ദ്രം കൂടിയാണ് കാസിൽട്ടൺ. ഇവിടെ പീക്ക് ഡിസ്ട്രിക്റ്റിൽ മെയിനായിട്ട് ചെയ്യുവാൻ സാധിക്കുന്ന ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്, ഒന്ന് സൈക്ലിംഗ് ആണ്. സൈക്ലിംഗ് ഇവിടെ ധാരാളം ആൾക്കാർ ചെയ്യുന്നതായിട്ട് കാണുവാനായിട്ടിടയായി. അതുപോലെ രണ്ടാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് റോക്ക് ക്ലൈംബിംഗ് ആണ്. ലോകത്തിലെ തന്നെ ക്ലൈംബേഴ്സ് ഏറെ ആകർഷിക്കുന്ന ഒരു സ്ഥലമാണ് പീക്ക് ഡിസ്ട്രിക്റ്റ്. അതുപോലെ മൂന്നാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഗുഹാസഞ്ചാരമാണ്. കുടുംബാംഗങ്ങൾക്കായിട്ട് ബ്ലൂ ജോൺ കാവേൺ, സ്പീഡ് വെൽ കാവേൺ ഇങ്ങനെയുള്ള ഗുഹകൾ അവൈലബിളാണ്. അതിലൊക്കെയും
പോയി വിസിറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി അടുത്ത 4ാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ജലവിനോദങ്ങളാണ്. കയാക്കിംഗ്, കനോയിങ് അങ്ങനെയുള്ളതായിട്ടുള്ള ആക്ടിവിറ്റീസ്. ഇവിടെ താമസ സൗകര്യങ്ങളായിട്ട് നമുക്ക് ധാരാളം ഹോട്ടലുകളൊക്കെയും അവൈലബിൾ ആണ്. ബക്സ്റ്റൺ, ബേക്ക്വെൽ, കാസിൽട്ടൺ മുതലായിട്ടുള്ള സ്ഥലങ്ങളിൽ ഹോട്ടൽ സൗകര്യം ലഭ്യമാണ്. അതുപോലെ തന്നെ കോട്ടേജുകൾ ആൻഡ് ഗസ്റ്റ് ഹൗസുകൾ അതും ലഭ്യമാണ്. ഗ്രാമീണ ജീവിതം കൂടുതലായിട്ട് അടുത്തറിഞ്ഞ് മനസ്സിലാക്കുവാനൊക്കെ സാധിക്കുന്ന തരത്തിലുള്ള അക്കോമഡേഷനുകൾ നമുക്ക് ലഭ്യമാണ്. Airbnb വഴിയൊക്കെയും ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കാരാവൻ ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് സ്റ്റേ ചെയ്തുകൊണ്ട് ഈ പീക്ക് ഡിസ്ട്രിക്റ്റിൻ്റെ ഭംഗി ആസ്വദിക്കാൻ സാധിക്കുന്നതാണ്. പീക്ക് ഡിസ്ട്രിക്റ്റ് സന്ദർശിക്കുവാനായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് സമയം എന്ന് പറയുന്നത് ഇവിടുത്തെ ജൂൺ മുതൽ ഒക്ടോബർ വരെയുള്ളതായിട്ടുള്ള സമയമാണ്. കാരണം ആ സമയത്താണ് ഏറ്റവും നല്ല ബ്രൈറ്റായിട്ടുള്ള സൂര്യപ്രകാശവും മറ്റുമുള്ളതായിട്ടുള്ള ഒരു അന്തരീക്ഷം UK നിലനിൽക്കുന്നത്. അത് കഴിഞ്ഞാൽ നവംബർ മുതൽ പിന്നീട് അങ്ങോട്ട് വിൻ്റർ സ്റ്റാർട്ട് ചെയ്യുകയും മഞ്ഞും അതുപോലെ തന്നെ ഉള്ളതായ പ്രശ്നങ്ങളൊക്കെയും ഉള്ളതിനാൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെയും വിസിറ്റ് ചെയ്യുന്നത് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർ ഇതുപോലെയുള്ള പീരീഡുകളിൽ വിസിറ്റ് ചെയ്യുവാനായിട്ട് ശ്രദ്ധിക്കുമല്ലോ. പീക്ക് ഡിസ്ട്രിക്റ്റിനെ കുറിച്ചുള്ള എൻ്റെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത്രയും സമയം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. തുടർന്നും സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ.
ഇനിയും പുതിയ വീഡിയോയുമൊക്കെ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ.